വയലൻസ് ആണ്, എക്സ്ട്രീമിറ്റി ആണ് എന്ന് പറയുന്നത്. ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് അല്ല, സ്ത്രീകൾ പൊതുവെ അത് കണ്ടിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിയല്ല. ഈ സിനിമയിൽ ഞെട്ടിച്ചിരി ഘടകം ഫൈറ്റ് തന്നെയായിരിക്കും. അത് പിന്നെ വയലൻസ് ആണ്, അത് പറയാൻ പറ്റില്ല, നമുക്ക് സീൻ വെച്ച് പറയാൻ പറ്റില്ല. ബട്ട് വയലൻസ് ആണ് ഞെട്ടിച്ചത്. ഉണ്ണിമൂന്നിന്റെ ആക്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ പൊളിയല്ലേ. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ എന്തോരം ബാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലതാണ്. മെയിൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൂപ്പർ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് റോ വയലൻസ് ആയിട്ടുള്ള മൂവീസ് ഇറങ്ങുമ്പോൾ എല്ലാ ഓഡിയൻസും പ്ലീസിങ് ആവുന്ന ഫീൽ ചെയ്യണം. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതല്ല. ഈവൻ ആണുങ്ങളുടെ കാര്യം എനിക്കറിയില്ല, സ്ത്രീകൾ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇമോഷൻസ് എല്ലാം കാണിച്ചായിരുന്നു. സത്യം പറയാം, ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഡബ് ചെയ്തൊരു ടീംസ് ഉണ്ട്, അവർ പോസ്റ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും മലയാളത്തിൽ ബെഞ്ച് മാർക്കാണ്. എല്ലാ പോസ്റ്ററിനോടും അതിൻ്റെതായ എല്ലാ സീൻസും കങ്കുവിലൊക്കെ ശബ്ദം പോയിട്ട് സിനിമാറ്റോഗ്രഫി ഒക്കെ എങ്ങനെയുണ്ട്? ഉണ്ണിമുഖം തന്നെ സ്വാഗതമാണ് പറയാനുള്ളത്. വണ്ടി പൃഥ്വിരാജിനോട് ആര് ചോദിച്ചായിരുന്നു എന്താണ് മലയാളത്തിൽ ഒരു KGF ഉണ്ടായിരുന്നെങ്കിൽ ആരെ കാസ്റ്റ് ചെയ്യുന്നു, പുള്ളി പറഞ്ഞ് ഉണ്ണിമുഖം തന്നെ കാസ്റ്റ് ചെയ്യുന്നു. അന്ന് കുറെ പേര് ചിരിച്ച്. ഇനി ഈ സ്വാഗം ഉണ്ടാ മനസ്സിലാവും. അമ്മാതിരി സ്വാഗമാണ്, എല്ലാ സീൻ ബൈ സീൻ കിഡിലൻ സ്വാഗം. ഇത്ര പറയാനുള്ളൂ. സൗണ്ട് ഡിസൈനേഴ്സും മ്യൂസിക്സ് ഒക്കെ ഓരോക്കും അടിക്കും നമുക്ക് ലാസ്റ്റ് RDXനൊക്കെ ഇടിക്കുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടുമായിരുന്നു. ഇതിൽ അതിൻ്റെ ആ പീക്കാണ്, ഓരോ ഇടി നമുക്ക് കിട്ടുന്നത്. അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. ഒരു എക്സ്ട്രീം വയലൻസും ആ ഒരു അതെ, ഒരു പാനിന്റെ മടം പോലെ മലയാളത്തിനെ കാണിക്കാം. അമ്മാതിരി നല്ല സിനിമയായിരുന്നു, നല്ലൊരു ആക്ഷൻ ഉണ്ടായിരുന്നു, നല്ല വയലൻസ് ഉണ്ടായിരുന്നു, ബീജും പൊളിയായിരുന്നു, ബീജവും അതുമായിട്ടുള്ള സീക്വൻസ് എല്ലാം പൊളിയായിരുന്നു. നല്ല സിനിമയായിരുന്നു. എല്ലാവരും ഫസ്റ്റ് തന്നെ കാണാൻ നോക്കണം, എല്ലാവരും മാക്സിമം കാണാൻ ട്രൈ ചെയ്യും. നല്ല സിനിമ. സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നു. നല്ല ഷോർട്ടിൻ്റെ ടോപ്പ് വെച്ചൊക്കെ ഉള്ളത് എല്ലാം നല്ലതായിരുന്നു. നല്ല ആക്ഷനായിരുന്നു, നല്ല വയലൻസ്. ഇത്ര വയലൻസ് ഏറിയ മൂവി ചെയ്താൽ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വന്ന് മാക്സിമം കാണുക. ഈ സിനിമ വിജയിക്കണം, വിജയിച്ചില്ലേ തീരും. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. വയലൻസ് പടങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിപ്പോൾ തന്നെ ആ ഒരു സ്വാഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. യൂത്തിനൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. നമ്മൾ ഈ അനിമലൊക്കെ ഇഷ്ടം, അങ്ങനത്തെ ഒരു പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ എന്തായാലും പടം ഇഷ്ടപ്പെടും. ആ ലെവലൊരു വയലൻസും ആക്ഷൻ സീൻസൊക്കെ ആണെങ്കിലും ഫുൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ സീൻസ് അടിപൊളിയാണ്. മലയാളത്തിൽ ഇത്രയും ഈ ലെവൽ ഓഫ് ഒരു ബ്രൂട്ടൽ വയലൻസ് സീൻസ് ആദ്യമായിട്ടാണ്? മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. കാരണം അത്രയും നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത്രയും വയലൻസ്. പക്ഷെ പറഞ്ഞു കേട്ടില്ലാണ്ട് നമ്മൾ കാണുമ്പോൾ ഇത്രയും വയലൻസ് നമ്മൾ പ്രതീക്ഷിക്കില്ല. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അടുത്ത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മലയാളത്തിൽ നമുക്ക് എന്തായാലും എടുത്ത് പറയാം, ഇങ്ങനെ പടം ഉണ്ടെന്ന് പറയാം. ഈ ഫിലിം ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു പടം ഉണ്ടെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. അങ്ങനെ നല്ലൊരു പടം. ക്രിസ്മസിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പിന്നെ